പാറു മോളെ, ദാ കുരുമുളക് പറിക്കാൻ ആൾ വന്നിട്ടുണ്ട്, ഹരികൃഷ്ണൻ വിളിച്ചു പറഞ്ഞു. ആ ദാ വരുന്നു അച്ഛാ പറഞ്ഞുകൊണ്ട് അവൾ പഴയ മരകോവണി ഓടിയിറങ്ങി വന്നു. എന്നിട്ട് ഉമ്മറത്തേക്ക് നടന്നു. രാമേട്ടൻ വരൂ, ചായ കുടിച്ചിട്ട് പണി തുടങ്ങാം. അവൾ അയാളെ ഉമ്മറത്തേക്ക് ക്ഷണിച്ചു. എന്നിട്ട് അടുക്കളയിൽ പോയി ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും ചായയും പാത്രങ്ങളിലാക്കി ഒരു ട്രേയിൽ വച്ച് ഉമ്മറത്തേക്ക് കൊണ്ടുവന്നു. വേണ്ട മോളെ, ഞാൻ ചായ കുടിച്ചതാ, അയാൾ ഒഴിഞ്ഞു. കുടിക്കെന്നേ, അവൾ നിർബന്ധിച്ചു. പിന്നെ വേറെ വഴിയില്ലാതെ അയാൾ ചായ കുടിച്ചു പറമ്പിലേക്ക് ഇറങ്ങി. ഒരേക്കർ പറമ്പിൽ പഴമ വിളിച്ചോതുന്ന ഓടിട്ട ഒരു മാളിക വീട്. താഴെ 3 മുറിയും തെക്കിനെയും വടക്കിനെയും വീതി കുറഞ്ഞ നീളമുള്ള ഒരു ഇടനാഴിയും ഉരുളൻ തൂണോട് കൂടിയ നീളമുള്ള ഉമ്മറവും അത്യാവശ്യം വലിപ്പമുള്ള ഒരു അടുക്കളയും ഉണ്ട്. മുകൾ നിലയിൽ അത്യാവശ്യം വലിപ്പമുള്ള 2 റൂമും ഉണ്ട്. ബാത്റൂമൊക്കെ പുറത്താണ്. വടക്കേപ്പറമ്പ് എന്ന് നാട്ടുകാർ വിളിക്കുന്ന ഈ തറവാട്ടിൽ അച്ഛൻ ഹരികൃഷ്ണൻ എന്ന റിട്ടയർഡ് ഹൈസ്കൂൾ മാഷും ഏക മകൾ സൗപർണിക എന്ന പാറുവും മാത്രമാണ് താമസം. പാറുവിൻ്റെ അമ്മ ഗായത്രി അവൾക്ക് 2 വയസ്സുള്ളപ്പോൾ ഈ ലോകം വിട്ടുപോയി. പിന്നീട് ഹരികൃഷ്ണൻ വേറെ വിവാഹം കഴിച്ചിരുന്നെങ്കിലും ആ ബന്ധത്തിൽ കുട്ടികൾ ആരുമില്ല. അവർക്ക് പാറുവിനെ ഇഷ്ടമല്ലായിരുന്നു. വൈകാതെ അവർ മരിക്കുകയും ചെയ്തു. ഹരികൃഷ്ണന് 2 അറ്റാക്ക് കഴിഞ്ഞതാണ്. അതിനാൽ അയാളുടെ മനസ്സ് ഒരു വിധത്തിലും വിഷമിപ്പിക്കരുതെന്ന് ഡോക്ടറുടെ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത് നമ്മുടെ പാറുവാണ്. പാറു BA ഇക്കണോമിക്സ് കഴിഞ്ഞതിന് ശേഷം MA ഇക്കണോമിക്സും എടുത്തു. ശേഷം MBA എടുക്കണമെന്ന് തോന്നിയപ്പോൾ അതും പഠിച്ചു. ഇപ്പോൾ അവൾക്ക് 27 വയസ്സുണ്ട്. വളരെ സുന്ദരിയാണെങ്കിലും അവളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അതാണ് ഹരിയുടെ ദുഃഖവും. ആദ്യമൊക്കെ വിവാഹം പഠിക്കുകയാണെന്ന പേരിൽ വന്ന ആലോചനകളൊക്കെ ഹരി ഒഴിവാക്കി. ഇപ്പോൾ വരുന്നതൊക്കെ ഡിവോഴ്സും 2ാം കെട്ടും. പാറുവിനെ ജോലിക്കൊന്നും ഹരി വിടില്ല. വിട്ടാലും ഹരിക്ക് വയ്യാത്തതുകൊണ്ട് അവൾ പോകുകയുമില്ല. രാമേട്ടൻ ചായ കുടിച്ച് പാത്രങ്ങളെല്ലാം എടുത്ത് അവൾ അകത്തേക്ക് നടന്നു. രാമു പണി തുടങ്ങിയിരുന്നു. മേൽനോട്ടത്തിന് ഹരിയും മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. അച്ഛാ, വെയിൽ കൊള്ളരുതേ, അവൾ വിളിച്ചു പറഞ്ഞു. ഇല്ല മോളെ, ഇവിടെ തണലുണ്ട്, ഹരി പറഞ്ഞു. പറമ്പിൽ നിറയെ മരങ്ങളാണ്. പ്ലാവും മാവും തെങ്ങും കവുങ്ങും സീതപ്പഴവും നാടൻ ബദാമും പറങ്കിമാവും തുടങ്ങി ഒരുവിധം മരങ്ങളെല്ലാം പറമ്പിലുണ്ട്. അതിലൊക്കെ കുരുമുളക് പടർന്നു കയറിയിട്ടുണ്ട്. കൂടാതെ അതിരിൽ കൈതച്ചക്ക ചെടികളും ഒരു ഭാഗത്ത് അത്യാവശ്യം പച്ചക്കറികളും വാഴകളും ഉണ്ട്. അടുക്കള വശത്ത് കോവൽ വള്ളികൾ പടർന്നു പിടിച്ചിട്ടുണ്ട്. അതിന് നെറ്റ് കൊണ്ട് പന്തലിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പന്തലിൽ തന്നെ പാവലും പടവലവും പടർത്തിയിട്ടുണ്ട്. ഇതെല്ലാം പാറുവിൻ്റെ അധ്വാനമാണ്. ഒരു ചിന്ന കൃഷിക്കാരിയാണ് നമ്മുടെ പാറു. പഴുത്തതും പച്ചയുമായ കുരുമുളകെല്ലാം രാമു പറിച്ചിട്ടു. അതെല്ലാം മുറ്റത്തിൻ്റെ ഒരു ഭാഗത്ത് താർപ്പായ വിരിച്ചു അതിൽ പരത്തിയിട്ടു. 2 ദിവസം കൂടി പറിക്കാൻ വേണ്ടി വരും മോളെ, രാമു പറഞ്ഞു. ആയിക്കോട്ടെ ചേട്ടാ, ചേട്ടൻ വന്നോളൂ, അവൾ സമ്മതിച്ചു. പിന്നെ ചേട്ടാ, അടക്കയും തേങ്ങയും കൂടി ഒന്ന് നോക്കണേ, അവൾ ഓർമ്മിപ്പിച്ചു. അതൊക്കെ ഞാൻ ഏറ്റു മോളെ, അയാൾ ഉറപ്പ് കൊടുത്തു. രാമുവിന് ഇവിടെ ജോലി ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. കാരണം അവൾ കൂടുതൽ കൂലി കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പണി അയാൾ ഉപേക്ഷിക്കാറില്ല. 3 ദിവസം കൊണ്ട് പറിച്ച കുരുമുളക് മുഴുവൻ അവൾ ചവിട്ടി മെതിച്ചു. കോക്ക കണ്ണിയിൽ നിന്ന് വേർപെടുത്തി മുറത്തിലിട്ടു പാറ്റി വലുതും ചെറുതും പൊള്ളയും വേർതിരിച്ചു വെയിലിൽ ഉണക്കാനിട്ടു. 3 ദിവസം ഉണക്കിയെടുത്തു. വീട്ടിലെ ആവശ്യത്തിന് കുറച്ച് മാറ്റിവെച്ച് ബാക്കിയുള്ളത് ചാക്കുകളിൽ നിറച്ചു വെച്ചു. ഓട്ടോ വിളിച്ച് ടൗണിൽ കൊണ്ടുപോയി വിറ്റു. തിരിച്ചു വന്നതിന് ശേഷം കണക്കും കാശും ഹരിയെ ഏൽപ്പിച്ചു. അയാളുടെ കണ്ണ് നിറഞ്ഞു. വേണ്ട മോളെ, നീയല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്, നീ തന്നെ വെച്ചോ, അയാൾ പറഞ്ഞു. ഞാൻ ആവശ്യത്തിന് വാങ്ങിക്കോളാം അച്ഛാ. അയാൾ അത് മേശയിൽ വെച്ച് പൂട്ടി. ഇതേ സമയം മറ്റൊരിടത്ത്. സമയം രാത്രി. രവീന്ദ്രൻ്റെ നഗ്നമായ നെഞ്ചിൽ മുഖം ചേർത്ത് വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ് ഗീത. രവീന്ദ്രൻ ആശ്വസിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ ഗീതയുടെ കരച്ചിൽ അടങ്ങുന്നില്ല. എന്താ രവിയേട്ടാ ഇങ്ങനെ? നമ്മൾ ഇന്നും ശ്രമിക്കുന്നില്ലേ? എന്നിട്ടും എന്താ നമുക്ക് മാത്രം ദൈവം മക്കളെ തരാത്തത്? ഗീത പിന്നെയും വിങ്ങിപ്പൊട്ടി. സമയമാകുമ്പോൾ അവർ വന്നോളും, രവീന്ദ്രൻ സമാധാനിപ്പിച്ചു.